എല്ലാവർക്കും നമസ്കാരം. കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് വെച്ച് സംഭവിച്ചത്. 1 വയസ്സും 7 മാസവും പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മരണകാരണം ആദ്യം പറഞ്ഞത് കുഞ്ഞിൻ്റെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി ഛർദ്ദിച്ചാണ് ഈ കുഞ്ഞു മരിച്ചത് എന്ന്. എന്നാൽ വിശദമായ അന്വേഷണത്തിലൂടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയും അറിയാൻ കഴിഞ്ഞത് കുഞ്ഞിന് സമാനതകളില്ലാത്ത പീഡനമാണ് അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 51ഓളം മുറിവുകളാണ് ആ പിഞ്ച് ശരീരത്തിൽ ഉണ്ടായിരുന്നത്. കൂടാതെ കാലിലും മറ്റും തീപ്പൊള്ളിയ പാടുകൾ, സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച പാടുകൾ, കൂടാതെ കുഞ്ഞിൻ്റെ ജനേന്ദ്രിയത്തിലും മുറിവ്. അതിക്രൂരമായ പീഡനമാണ് കുഞ്ഞിൻ്റെ അമ്മയായ അഖിലയുടെ ലൈംഗിക പങ്കാളിയായ അസ്കറിൽ നിന്നും ആ പിഞ്ച് കുഞ്ഞിന് ഏൽക്കേണ്ടി വന്നത്. അസ്കറിനെ ഒരിക്കലും രണ്ടാനച്ഛനെന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അഖിലയുടെ ആ പിഞ്ചു കുഞ്ഞിൻ്റെ മാതാവെന്നും പറയാൻ പറ്റില്ല. ആ സ്ത്രീയുടെ ലൈംഗിക പങ്കാളി എന്ന് തന്നെ അസ്കറിനെ വിളിക്കാൻ പറ്റുള്ളൂ. അത്രയും ക്രൂരതയാണ് ആ പിഞ്ചു കുഞ്ഞിനോട് ഇവർ രണ്ടുപേരും ചെയ്തത്. എന്തിന് ഇങ്ങനെ ചെയ്തു എന്നാണ് അറിയാത്തത്. മനസാക്ഷിയുള്ള ഒരാൾക്കും ചെയ്യാൻ സാധിക്കില്ല ഇത്രയും പിഞ്ചു കുഞ്ഞിനോട് ഇങ്ങനെയുള്ള ക്രൂരത. അഖിലയോട് ആ കുഞ്ഞിൻ്റെ അമ്മ അല്ലെങ്കിൽ മാതാവ് എന്ന് പറയുന്ന ആ രാക്ഷസിയോട് ചോദിക്കാനുള്ളത്, നിനക്ക് കുഞ്ഞിനെ വേണ്ട എന്നുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ആ കുഞ്ഞിനെ അതിൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് കൊടുത്തുകൂടായിരുന്നോ? ഇല്ലെങ്കിൽ നിന്റെ തന്നെ മാതാപിതാക്കളുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചുകൂടായിരുന്നോ? അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മത്തൊട്ടിൽ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചുകൂടായിരുന്നോ? എന്നിട്ട് നിന്റെ ലൈംഗിക പങ്കാളിയുമായിട്ട് എന്തെങ്കിലും ചെയ്ത് ജീവിച്ച കുഴപ്പമുണ്ട്? ഇത്രയും ക്രൂരനായ ഇവന്റെ കയ്യിൽ നീ ആ പിഞ്ച് കുഞ്ഞിനെ ഏൽപ്പിച്ച് ബാംഗ്ലൂരോ ചെന്നൈയിലോ എവിടെയോ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നീയും മനഃപൂർവ്വം വെച്ചിട്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ ഇതിന് നിന്നത്? ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് 2 പേർക്കും മരണം വരെയുള്ള തൂക്കുകയറാണ് കിട്ടേണ്ടത്. അത്രയും ക്രൂരതയാണ് ഈ 2 പേരും ആ പിഞ്ചു കുഞ്ഞിനോട് ചെയ്തത്. പറയാൻ വാക്കുകളില്ല. അത്രയും സങ്കടമാണ് വരുന്നത്. ഞാനും ഒരു അച്ഛനാണ്. എല്ലാവർക്കും നമസ്കാരം.